പുരസ്കാര നേട്ടങ്ങൾക്ക് പിന്നാലെ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം രാജ്യാന്തര വേദിയിലേക്ക് എത്തുന്നു. ലോസ് ആഞ്ചലസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ ചിത്രം പ്രദർശിപ്പിക്കും. അക്കാദമി മ്യൂസിയത്തിന്റെ വേർ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ വിഭാഗത്തിലായിരിക്കും ചിത്രം പ്രദർശിപ്പിക്കുക. ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം. 2026 ഫെബ്രുവരി 12-നാണ് ചിത്രം പ്രദർശിപ്പിക്കുക. ജനുവരി 10 മുതൽ ഫെബ്രുവരി 12 വരെയാണ് വേർ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ പരമ്പര. നേരത്തെയും ചിത്രം രാജ്യാന്തര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിലെ ഫൺഹാമിലെ യൂണിവേഴ്സിറ്റി ഫോർ ദ ക്രിയേറ്റീവ് ആർട്സിൽ ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ലെറ്റർ ബോക്സിന്റെ 2024 ലോകത്തിലെ മികച്ച ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ ചിത്രം രണ്ടാമതെത്തിയിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിലാണ് നിർമ്മിച്ചത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 4 എണ്ണമാണ് ഭ്രമയുഗം കരസ്ഥമാക്കിയത്. മികച്ച നടനായി ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വഭാവ നടൻ സിദ്ധാർത്ഥ് ഭരതൻ, പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ, മേക്കപ്പ് റോണക് സേവ്യർ എന്നീ പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത്. മലയാളത്തിൽ വളരെ കാലത്തിന് ശേഷം എത്തുന്ന മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന പ്രത്യേകത കൂടിയും ഈ ചിത്രത്തിനുണ്ട്. ഇത്തരത്തിൽ മലയാള സിനിമകൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് മലയാള സിനിമയ്ക്ക് അഭിമാന നേട്ടമാണ്.